ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുക. ആരംഭിക്കുന്നില്ലെന്നാ? ഇല്ല എന്താ മാറ്റർ ചോദിക്കുന്നു? ഹലോ, എന്താണ് ആരടുത്താ പറഞ്ഞത്? ബോധമില്ല. രാഹുലായിട്ട് എന്തെങ്കിലും പ്രശ്നം? ബ്രേക്കപ്പ് ആയ കല്യാണത്തിന് മുമ്പ്? റിലാക്സ്, നമുക്ക് പ്രശ്നമെങ്കിൽ നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് നിർത്തി അല്ല, കല്യാണമായപ്പോ വീട്ടിലില്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് വയ്ക്കായിരുന്നു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞതാ. ഒന്നുമില്ല ഇപ്പൊ വീട്ടിലൊന്നും ഇല്ല. പാവിരിച്ചു കിടക്കുമോ? അല്ല, ഇപ്പൊ മേടിക്കുമല്ലോ, അപ്പൊ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇല്ല, വെറുതെ നമ്മൾ ടെൻഷൻ അടിപ്പിച്ചു. ഞാൻ വിചാരിച്ചു കല്യാണത്തിന് മുമ്പേ ഒരു ബ്രേക്കപ്പ് ആണോ ഇനി മണക്കുന്ന, എന്താ സംഭവം എന്നുള്ളത്. അല്ല, ഈ കുട്ടീനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാരും ഇവള് കണ്ട എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെഡൽ കിട്ടാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും എന്താ ഡയന ഒരു മടലെങ്കിലും എടുത്തു വെച്ചോ. ഡയറിക്ക് മെഡൽ ഇല്ലെങ്കിൽ എനിക്ക് ഇല്ല പറയാൻ ആരുമില്ല. എത്ര പ്രണയം ഉണ്ടായിരുന്നു? 127. എപ്പോഴെങ്കിലും ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടോ? പിന്നെ ആണ് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ബ്രേക്കപ്സ് ആയിരുന്നോ അതോ അല്ല മ്യൂച്വൽ ബ്രേക്കപ്സ് ആയിരുന്നോ? ഇപ്പൊ ആലോചിക്കും ഭയങ്കര കോമഡിയാണ്, മനസ്സിലായി. പണ്ടത്തെ കഥ സ്കൂളിൽ പഠിക്കുമ്പോഴാണോ? സ്കൂളൊന്നും അല്ല, അത് കുറച്ചുകൂടെ മെച്ചൂർഡായ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ഡയാന ഒരു ദോശ കൊടുത്താൽ പകുതിയെ കഴിക്കൂ, ചോറ് കൊടുത്താൽ നീക്കി നീക്കിട്ട് കാൽ പാങ്ങനെ കഴിക്കൂ, നൈറ്റ് ഫുഡ് കട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു ഭയങ്കര ഡയറ്റ് ഉണ്ട്. അപ്പൊ പറഞ്ഞ ഡയറ്റ് അല്ല കേട്ടോ, ഞാൻ ബ്രേക്കപ്പ് എന്റെ വിഷമത്തിലാണ്. നോബിച്ചേട്ടന്റെ ലൈഫിൽ ബ്രേക്കപ്പ്? ഞാൻ ബ്രേക്കപ്പ് ആക്കി ഇങ്ങനെ പ്രേമിച്ചാണ് കല്യാണം. അതിന്റെ മുമ്പത്തെ കാര്യമാണ്, നമ്മൾ കല്യാണത്തിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. അയ്യോ, അതിനുമ്പ് പ്രേമൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ കയറണതൊക്കെ അല്ല, അതൊന്നും പറയില്ല. എങ്കിൽ ഞാൻ വീട്ടിൽ പോയി ചിലപ്പോ ബ്രേക്കപ്പ്. ഹലോ ആര്യ, ഹലോ ഒന്ന് വെയിറ്റ് ചെയ്യേ, ലൗഡ് സ്പീക്കറിൽ ഇരുന്നോ, ഇപ്പൊ പഴയൊരു പ്രേമം വരും. കോളേജ് ലൈഫിലൊന്നും ബ്രേക്കപ്പ് ആയിട്ടില്ല? കോളേജിൽ പോയിട്ടില്ല, പിന്നെ ബ്രേക്കപ്പ്. അല്ല ശ്വേതാജി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതിന് നമ്മളൊരു പപ്പി ലവ് എന്നൊക്കെ രീതിയിലായിരിക്കും പോവാ. കോളേജിൽ എത്തുമ്പോഴായിരിക്കാം ഒരു പക്ഷെ നമുക്ക് ഒരു സിൻസിയർ, മേ ബി വി മൈറ്റ് ടേക്ക് ഇറ്റ് എ ലിറ്റിൽ ഫോർവേഡ് എന്നുള്ള രീതിയിൽ ആ ബ്രേക്കപ്പ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഷോ ഇതായിരുന്നില്ലേ, ജീവിതം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് നമുക്ക് ആരെയും പറ്റില്ല. അതായിരിക്കാം ചിലർക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നതും പിന്നീടും ആലോചിക്കുമ്പോഴും ഹേർട്ട് ആവുന്നതും. അങ്ങനത്തെ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടോ ശ്വേത? എനിക്ക് നല്ലൊരു ബ്രേക്കപ്പ് നടന്നു. ചേച്ചി സ്ട്രെസ് ചെയ്തല്ലേ? നല്ലൊരു ബ്രേക്കപ്പ്. അത് ആ പെയിൻ പിന്നീട് നല്ലൊരു ഫീലിംഗ് ആയി മാറിയ ഒരു ബ്രേക്കപ്പ് ആണോ? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് നന്നായി മാത്രല്ല, അത് ആ ഒരു ഏജിന്റെയും ആ ഒരു സ്റ്റേജ്, ആ ഒരു ഇമോഷന്റെ ആണ്. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ചിരി വരും. ഇപ്പൊ ഞാൻ എന്റെ എക്സിന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. മൂപ്പര് എന്നോട് സംസാരിക്കുമ്പോ എനിക്ക് ചിരി വരും. ബിക്കോസ് അവൻ അവിടെ തന്നെയാ ഇപ്പോഴും. ഞാൻ എവിടെയെങ്കിലോ പോയി കഴിഞ്ഞു. ചേച്ചിയെ ബ്രേക്കപ്പ് ചെയ്ത മണ്ട ആരായിരിക്കും? ഈ ശ്രീചേട്ട എപ്പിസോഡ് കാണുമോ? അതൊന്നും കുഴപ്പമില്ല, ശ്രീക്ക് എല്ലാം അറിയാം. അതന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ അല്ലെ? എല്ലാരും ഇതല്ല. അഖിലിന്റെ ബ്രേക്കപ്പ് കഥകളാണ് ഒരുപാട് നമ്മൾ കേൾക്കാനുണ്ട്. അവ ഇരിക്കണല്ലേ ബ്രാക്കറ്റ് കണക്ക്. അത് എനിക്ക് ജീവിതത്തിൽ ബ്രേക്കപ്പേ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രേമിച്ച എല്ലാ പെൺപിള്ളേരോടും എനിക്ക് ഇപ്പോഴും സ്നേഹമാണ്. നിങ്ങൾക്ക് ഏത് നിമിഷവും തിരിച്ചു വരാം. നീ പ്രണയിച്ച എല്ലാവരെയും തിരിച്ചു വിളിക്കുക. അതിന്റെ മീനിങ് അവർ ഓൾറെഡി പോയില്ലേ? പോയതല്ലേ ബ്രേക്കപ്പ്. ഫോൺ എടുത്ത് നോക്കിയാൽ എത്ര ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടെന്നോ. ഓക്കെ ഗായ്സ്, അല്ല എന്നോട് എന്താ ചോദിക്കാത്ത? വരുവാണ്, അടുത്ത അങ്ങോട്ടേക്കാണ്. ഇതാ ഇപ്പൊ കേട്ടോ കഥകൾ. അല്ല, നിങ്ങൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവായ ടോപ്പിക്കിൽ തുടങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാത്തത്. എന്റെ ആദ്യത്തെ അല്ല, സോറി, ഇതെന്റെ ആദ്യത്തെ പ്രണയൊന്നുമല്ല. അപ്പൊ ഇതിന് മുമ്പ് എത്ര 2 ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ്. അതാണ് രണ്ടാമത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞ് ആ ഒരു വിഷമത്തിലിരിക്കുമ്പോ ആ വിഷമം മനസ്സിലാക്കി ഇതാണ് വളയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് എന്ന് മനസ്സിലാക്കി രാഹുൽ വന്ന് അങ്ങനെ വരുന്നവരിൽ ഒരു നല്ല ഹൃദയവുമുണ്ട്. അങ്ങനെയുള്ളവനെ സ്നേഹിക്കാൻ അറിയുള്ളൂ. ആ സ്നേഹം തിരിച്ചറിയും. അവനില് നല്ലൊരു നടൻ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ. രാഹുല് ചിന്തിക്കാൻ സമയം ആ അവസരം മുതലാക്കിയ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു ദയവ് ചെയ്ത്, പിന്നെ എനിക്ക് അറിയായിരുന്നു. അപ്പം പിന്നെ ദയവ് ചെയ്ത് ഇങ്ങനെ പ്രേമമാണെന്നൊന്നും പറഞ്ഞു വരരുത്, എനിക്ക് അതിനുള്ളത് മാനസികാവസ്ഥയിലല്ല, അങ്ങനെ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഇവൻ എൻ്റെ അടുത്ത്
പറഞ്ഞു എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, എന്നൊരു പെണ്ണ് തേച്ചിട്ട് പോയി, ഫോണില്ല, ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാനങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഒന്നുമില്ല, എന്റെ വേദന മനസ്സിൽ നിന്ന് മാറുന്നില്ല. അപ്പൊ ഞാൻ ഇവനെ സമാധാനിപ്പിക്കാൻ പോയി. അങ്ങനെ ഒരു കഥയില്ലായിരുന്നു എന്ന് ഞാൻ പിന്നെ അറിഞ്ഞത്. അറിയോ രാഹുല് ഡയറക്ടർ ആണല്ലോ. ഡയറക്ടോറിയൽ വ്യൂല് രാഹുല് പണ്ട് മംഗളം വായിക്കുമായിരുന്നു. മംഗളം അങ്ങനെയുള്ള വാരികയിൽ ഇതുപോലത്തെ കഥകളുണ്ട്. അല്ല ബ്രേക്കപ്പ് ആയാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ഫസ്റ്റ് ലവ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതാണോ? കണ്ണ് നിറഞ്ഞു ഡയാനയുടെ ഫസ്റ്റ് ലവ് പഠിച്ചിട്ടുണ്ട് 3ാം ക്ലാസ്സില്. ഫസ്റ്റ് ലവ് എന്തായാലും ഉമ്മയാണ്. ആദ്യത്തെ ലവില് തന്നെ ഉമ്മ കൊടുത്ത ഒരു പെണ്ണുണ്ട്. ദൈവമേ, മര്യാദക്കിരുന്ന കഴുത്താണ് മെഡലും ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ആ കുട്ടീനോടാണ് എനിക്ക് പറയാനുള്ളത്. Why so serious? Comedy Masters ലിനി full on fun. ശരി, അപ്പൊ ഈ ഫുൾ ഓൺ ഫണ്ടുമായിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് പരിപാടി? ഒരു ചെറിയ ബ്രേക്കപ്പ് ആയാലോ? ബ്രേക്ക് പറയണോ ഞാൻ? അല്ല, വേണ്ട. നമ്മൾ തമ്മിലോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണോ കുടുംബത്തെ കുറിച്ച് ആലോചിക്കണം. തമാശ കളിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറച്ചു വെക്കണം. ഞാൻ എല്ലാവരും അറിയിക്കുന്നത്. എന്താണ് നോബിച്ചേട്ടാ പ്രശ്നം? മൂത്ത ചേച്ചിയുടെ പ്രായമുണ്ടോ? പറ നോബിച്ചേട്ടാ. ഒരു വേർപിരിയൽ സ്കിറ്റാണ് വരാൻ പോകുന്നത്. അതാണ് ചിരിക്കാൻ നമ്മൾ റെഡി ആവണം. ആണ്. എന്നാ സ്കിറ്റ് വരട്ടെ. എന്റെ പൊന്നു എന്നെ ചതിച്ചടാ. നമ്മളുടെ കല്യാണം ഉറപ്പിച്ച് ഒരു വാക്ക് അവൾ എന്നോട് പറഞ്ഞില്ലടാ. ഞാനേ അവളുടെ ബെഡ്റൂമിലുണ്ട്. അവളെ കണ്ട് 2 വാക്ക് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് വരുന്ന വിഷയമല്ല. എടാ, ഈ സാധനം അടിച്ചു തീർക്കല്ലേ, ഞാൻ വന്നിട്ട് അടിച്ചാൽ മതി. വേറൊന്നുമില്ല. എനിക്കിത് കുടിച്ചു മരിക്കണം. എനിക്ക് കുടിച്ചു. എടാ, കട്ട് ചെയ്തോ, ഞാൻ ഒന്ന് ഒളിച്ച് കെട്ടടാ. പൊന്നു അമ്മ പറയുന്ന ഒന്ന് കേക്ക്. എന്തോ അമ്പലത്തറ തറവാട്ടിന്നൊക്കെ ഒരു കല്യാണം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ? ആനി അമ്പാരിയൊക്കെ ഉള്ള തറവാടാ. അമ്പാനിയൊക്കെ അവരുടെ തറവാട് വരണോ? അമ്പാനി അല്ല, അമ്പാരി. അമ്പാരി. അതുകൊണ്ട് അമ്മ പറയുന്നത് എന്റെ മോൾ ഒന്ന് കേക്ക്. അമ്മ ഇതെന്തോ നോക്കുന്നത്? അല്ല, ഒന്നുമില്ല. എന്തായാലും നിന്റെ കല്യാണം ഉറപ്പിച്ചൂലോ. നിന്റെ ആ വേട്ടാവെളിയൻ കാമുകൻ ഇതിന്റെ അടിയിൽ എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടോന്ന് അമ്മ നോക്ക. അമ്മേ, അമ്മക്ക് തീരെ വിശ്വാസമില്ലേ? ഞാൻ അമ്മയുടെ മോളല്ലേ? അതുകൊണ്ടാ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. വേണ്ട, കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് പല ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും. ആണോ? ആ, അപ്പൊ അമ്മയ്ക്ക് കല്യാണത്തിന് പിന്നെ വേറെ ലൈൻ ഉണ്ടായിരുന്നു? ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോള് ചോദിക്കുന്ന ചോദ്യമാണ് ഓടിയത്. ആണോ? സോറി അമ്മേനെ അറിയാതെ ചോദിച്ചു ഒരു പ്രേമം ഉണ്ടായിരുന്നോന്ന്. 2 ഉണ്ടായിരുന്നടി. എന്നിട്ട് അങ്ങനെ നിന്റെ അച്ഛനങ്ങ് കെട്ടി. അപ്പൊ മറ്റേ 2 തേച്ചാ? അത് തേച്ചതല്ല, അത് നിന്റെ അച്ഛനാണെങ്കിൽ സ്വന്തമായിട്ട് ഈ തടി കച്ചവടവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊന്നുമില്ല, സ്വന്തമായിട്ട് തടി മാത്രമേ ഉണ്ടായിരുന്നു. എന്റെ മോൾ ഇവിടെ ഇരുന്ന് നല്ലോണം ആലോചിക്ക്. കുമ്പളപ്പവും തിന്ന് ഇവിടെ അങ്ങനെ കിടക്കണോ അതോ അന്യ നാട്ടിൽ പോയിട്ട് സാൻഡ്വിച്ച് കഴിക്കണോന്നൊന്ന് ചിന്തിക്ക്. അമ്മയ്ക്ക് കുമ്പളപ്പമാണോ ഇഷ്ടം, സാൻഡ്വിച്ച് ആണോ ഇഷ്ടം? അമ്മയ്ക്ക് 2ഉം പോവും എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങാനും ഇവിടെ ഇരുന്ന് കുമ്പളപ്പം തിന്നാ, നീ സാൻഡ്വിച്ച് തിന്നാ മതി. അമ്മ ഇങ്ങനെ പറയല്ലേ? എനിക്ക് വിജിലേഷ് ചേട്ടനെ മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറെ സ്വപ്നം കണ്ടുപോയി. അത് ഈ പ്രായത്തിൽ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടുന്ന് വരും. മോൾ അമ്മേനെ നല്ലോണം അമർത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയേ. അപ്പൊ എല്ലാ വിഷമങ്ങളും മാറും. മോളുടെ നെഞ്ചത്തുനിന്ന് അവൻ പറിച്ചങ്ങ് പൊക്കോളും. ആണോ? അപ്പൊ അമ്മയുടെ കല്യാണത്തിന് മുന്നേ അമ്മയുടെ അമ്മേനെ ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. അമ്മയെ മാത്രോ? എന്റെ അമ്മയും മുത്തശ്ശീനെയും വല്യമ്മേനെയും ആ നാട്ടിലുള്ള സകല തള്ളാരെയും ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. അപ്പൊ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാ എന്റെ വിഷമം മാറുവോ? എന്റെ പൊന്നുമോള് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരയേ. അപ്പൊ വിജിലേഷ് ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകും. അയാള് പൊക്കോളും. കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നു വായോ, അമ്മയുടെ സുന്ദരി വായോ. മറക്കാൻ പറ്റണേ. അയ്യോ വിജിലേഷ് ചേട്ടൻ അല്ല, വിജിലേഷ് ചേട്ടനെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചോളാം. അല്ലെ, അമ്മ ഒരു സൂത്രം പറഞ്ഞുതരാം. ഇനി മോൾക്ക് അന്യ പുരുഷന്മാരെ വല്ല വിചാരവും വന്നാ അമ്മ ഒരു നാമം ചൊല്ലിത്തരാം. അതങ്ങ് പറഞ്ഞാ മതി. പറഞ്ഞോ. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. പ്രാർത്ഥിച്ചോളാം. ഇത് നിന്നങ്ങ് പ്രാർത്ഥിച്ച് കിടന്ന് അങ്ങ് ഉറങ്ങിക്കോ. കേട്ടാ? ശരി അമ്മ പോട്ടെ. അമ്മ പൊക്കോ. പതിവ്രത, ഭർത്താവ്, സ്വന്തം മക്കള്. ഓഹോ, അമ്മ അപ്പൊ ഇതുവരെ ഈ ചൊല്ലല് നിർത്തിയിട്ടില്ലല്ലേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. വിജിലേഷ് ചേട്ടാ, വിജിലേഷ് ചേട്ടൻ, തൊട്ടുപോരുത്. വിജിലേഷ് ചേട്ടന്റെ പൊന്നു അല്ലേ? നിന്റെ വിജിലേഷ് ചേട്ടൻ മരിച്ചു. അയ്യോ അങ്ങനെ പറയല്ലേ വിജിലേഷ് ചേട്ടാ.
വിജയലക്ഷ്മി ഇത് എവിടെയായിരുന്നു? എത്ര നാളെ എന്നറിയോ ഞാൻ കാത്തിരിക്കാൻ നീ തുടങ്ങി. എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിജയലക്ഷ്മിട്ടാ ഒന്നും പറയണ്ട. കുഞ്ഞാവേ, നീ എന്നോട് സംസാരിക്കരുത്. എന്നോട് നീ സംസാരിക്കല്ലേ. കുഞ്ഞാവേ, ഒന്നു എടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് സംസാരിക്കില്ലടി. കുഞ്ഞാവേ, സംസാരിക്കണ്ട. ഇങ്ങോട്ട് വന്നേ കുഞ്ഞാവേ. പൊന്നു ഞാൻ വരില്ല. ഇങ്ങോട്ട് വാ കുഞ്ഞാവേ. ഞാൻ വരില്ല പൊന്നു. ഇങ്ങോട്ട് വരാ. ഞാൻ വരൂല. നിനക്ക് ഒരു ഓസ്ട്രേലിയക്കാരനെ കിട്ടിയപ്പോ ഈ ഓച്ചറക്കാരനെ നീ മറന്നല്ലേ? അങ്ങനെ പറയല്ലേ വിജിലേഷേട്ടാ. പിന്നെ ഒരാള് വന്ന് പെണ്ണ് കണ്ടോണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. എങ്ങാനും കഴിഞ്ഞാ ഇവിടെ വെട്ട് നടക്കും. വെട്ട്. ഒരാള് വന്ന് പെണ്ണ് കണ്ടു, ചായ കുടിച്ചിട്ട് പോയി, അത്രേ ഉള്ളു. സംസാരിച്ചില്ലേ? സംസാരിച്ചു. പിടിച്ചില്ലേ? പിടിക്കാനോ? അയ്യേ, അല്ലാന്ന് മിച്ചറെ പിടിച്ചില്ലേ? പിന്നെ ഉണ്ടമ്പുരി പിടിച്ചില്ലേ അവൻ? പിടിച്ചില്ലേ? അത്രേ ഉണ്ടായുള്ളൂ. അത്രേ ഉണ്ടായുള്ളൂ. വിജിലേഷേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിക്കൂടി നിന്റെ സ്വഭാവം. അയ്യോ അങ്ങനെ പറയല്ലേ. ഈ പൊന്നൂനുണ്ടല്ലോ, അടുത്ത ജന്മത്തിലും വിജിലേഷേട്ടന്റെ പെണ്ണായിട്ട് ജീവിക്കണോന്ന് ആഗ്രഹം. ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും എന്നെ വെറുതെ വിടില്ലല്ലേടി. അങ്ങനെ പറയല്ലേ വിജി. നമ്മൾ തമ്മിൽ ഒരു ബന്ധമല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അയ്യോ അങ്ങനെ പറയല്ലേ. ഇനി നമ്മൾ കാണില്ല. അങ്ങനെ പറയല്ലേ. എവിടെ പോവാ? ഞാൻ സംസാരിച്ച് വന്ന വഴി മറന്നുപോയി. വന്ന വഴി അത് ഈ വഴി, അങ്ങോട്ട് വെക്കോ. ചെല്ലി പോ പോ പോ. അങ്ങനെ പറയുകയോടെ പാന. നിന്നെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നിനക്ക് ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ആ സാധനങ്ങൾക്ക് എനിക്ക് തിരിച്ചു തരണം. വിജിലേഷേട്ടൻ ഈ പൊന്നൂര് തന്ന സാധനങ്ങളെല്ലാം തിരിച്ചു തരണം. അപ്പൊ ഇനി എന്നെ വേണ്ട. നീ തമ്മിൽ ഒരു ബന്ധമല്ല. ശരി, തരാം 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 തരാം. അവളെ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വെള്ളി കൊലുസ് കാണാതെ പോയി ഞാൻ കിടന്ന് കരഞ്ഞപ്പം എനിക്ക് വാങ്ങിച്ചു തന്ന സ്വർണ്ണ കൊലുസ് പിടിച്ചോ. കൊണ്ടുവയ്ക്കോ കൊണ്ടുവയ്ക്കോ. എന്റെ പൊന്നോ, ഞാൻ പാടത്ത് പണിയെടുത്ത പൈസ. എന്റെ ദൈവമേ. അതെ, എനിക്ക് ഈ സ്വർണ്ണ കൊലുസ് തന്നപ്പോഴേ ഞാനൊരു സാധനം അങ്ങോട്ട് തന്നായിരുന്നു, വില പിടിപ്പുള്ള. ഏതോ മരത്തിന്റെ ചോട്ടി കിടന്ന കുന്നിക്കുരു. ഇതാണ് നീ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. 1 2 3 4 5 6. കറക്റ്റ് കറക്റ്റ്. ഇനിയുണ്ട്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എനിക്ക് തന്ന സ്വർണ്ണ മോതിരം. നിങ്ങൾ എനിക്ക് സ്വർണ്ണ മോതിരം തന്നപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വില പിടിപ്പുള്ള സാധനം തന്നല്ലോ. ചിരട്ട മോതിരം. ചിരട്ട മോതിരം. അത് മാത്രമല്ല ഇനിയുണ്ട് സാധനങ്ങൾ. അത് മാത്രമല്ലടി, കാട്ടിൽ ഏതോ മയിൽ ഉപേക്ഷിച്ചു പോയ മയിൽപ്പിലി. മയിൽപ്പിലി. ഇതാണ് നീ എനിക്ക് തന്നത്. കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നീ അലമാരി തുറക്കടി. എന്റെ സാധനങ്ങളുണ്ട്. അലമാരി തുറക്കടി. അലമാരി. നിങ്ങൾ തന്ന സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചു തന്നെ. ഇതിലിരിക്കുന്നത് എന്റെ വേറെ കുറെ സാധനങ്ങൾ. അവിടെ ഞാൻ പൊളിക്കുന്നു. അലമാരി തുറക്കാൻ. അലമാരി തുറക്കടി. തുറക്കടി. എന്റെ ദൈവമേ, ഇതാരും മേടിച്ചെന്നാടി. ഇതാരും മേടിച്ചെന്നാടി. ഇത് നിങ്ങൾ വാങ്ങിച്ചു തന്നല്ല. ഇത് എന്റെ വിഷ്ണുവേട്ടൻ എനിക്ക് വാങ്ങിച്ചു. വിഷ്ണു മോനെ ഭാഗ്യവാൻ. ഇതാരും മേടിച്ചെന്നാടി. ഇതെനിക്ക് എന്റെ രവിയേട്ടൻ വാങ്ങിച്ചു തന്നതാ. ദൈവമേ, രവിയുടെ ഭാഗ്യം. ഇത് ആരും മേടിച്ചെന്നാടി. ഇത് എന്റെ അർജുനേട്ടൻ വാങ്ങിച്ചു തന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നീ എന്നെ ചതിക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുറത്ത് ബിവറേജിലെ ക്യൂ അല്ല കണ്ടത്. അല്ല, നിന്റെ കല്യാണം ഉറപ്പിക്കുന്നു പറഞ്ഞ് നിനക്ക് ഗിഫ്റ്റ് തന്ന കാമുകന്മാര് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്ന ക്യൂ ആണിയത്. അത് തന്നെ ക്യൂവാ. നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ. കിട്ടി. ഇനി ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ അവിടെ ക്യൂ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് ഞാൻ കൊടുക്കും. ഞാനേ നല്ല ആഠ്യത്തുള്ള കുടുംബത്തിൽ പറഞ്ഞതാ. നല്ല ആഠ്യമുള്ളത് കുടുംബത്തിൽ പറഞ്ഞതാ. ശരി, ഞാനൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ നീ പുഴുത്തു പോകും. ആണോ? നിങ്ങൾ ശപിക്കോ? 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 ശപിക്കും. നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. കുഞ്ഞാവേ, ഇറങ്ങി പോടാ. കുഞ്ഞാവേ, എന്റെ പൊന്നു നല്ലതായിരുന്നല്ലേ? ഞങ്ങളുടെ സ്കിറ്റ് ഉണ്ടോ? ഒറ്റ അലമാര ഉണ്ടായിരുന്നോള്. വിദ്യാരട്ടി 10 അലമാര. 8-ാം തീയതിയാണ് കല്യാണം. 7-ാം തീയതി നടന്ന് എത്ര പേര് ക്യൂ ഗിഫ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. ഞാൻ കല്യാണം നാട്ടി വെച്ചില്ല. അല്ല വേണ്ട, അതാ പറഞ്ഞത്. തിരുവനന്തപുരം വരെ ഉണ്ടാവില്ല. പകുതി പേരല്ലേ എത്തുള്ളൂ. അല്ല, ഇതൊക്കെ പറയുമ്പോ ആ ജോഗ്രഫി ഇപ്പോഴും ഞാനിപ്പോ എവിടെയാ? അത് ഇന്ത്യയിൽ എവിടെയാന്നും കൂടെ ഉണ്ട്. ഇന്ത്യയിലാണോ കേരളം എന്ന് ചോദിച്ചു. ഞാൻ ബോർഡറാണ്. ഞാൻ മാംഗ്ലൂര്, കർണാടക. കേരളം കഴിഞ്ഞിട്ട് കർണാടക. അല്ലല്ല, നീ കറക്റ്റ്. നിന്റെ മനസ്സിപ്പോ ഒരു ബോർഡറിലാണ്. ഇത് അപ്പുറം താകിയ പിന്നെ ഗുളി കഴിക്കണം. ശരി, ഈ ബോർഡർ ലൈനിൽ നിർത്തി എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. പ്ലീസ്.
നിങ്ങളുടെ സൈഡിൽ നിന്നും, അതായത് പറഞ്ഞോ ഉണ്ട് ആവേശകരം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സാധനം ഉണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ ഈ എപ്പിസോഡ് ഞങ്ങൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ഇറക്കാൻ പോണേ. ഞങ്ങള് മാപ്പിളപ്പാട്ട് അതൊന്നും അല്ല കലാപം. ഇല്ല ഇപ്രാവശ്യം ഞാൻ ഒഴികെ ബാക്കി എല്ലാരെയും വെച്ചിട്ടുള്ള കളിയാ. അങ്ങനെയല്ല, എല്ലാരും വച്ചിട്ടുള്ള കളിയാ. മരിക്കുന്നെങ്കിൽ ഒരുമിച്ച്, ജീവിക്കുന്നെങ്കിലും ഒരുമിച്ച്. അതായത് ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങള് വടക്കേക്കരക്കാർക്ക്. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ മെന്റലിസം. മെന്റലിസം എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ശ്രീവിദ്യയുടെ ഡോക്ടർ ആയിരിക്കും. പുള്ളി ഫ്രീ ആയിട്ട് വരും. ഇവളുടെ മനസ്സിൽ പറയാൻ വേണ്ടി രാഹുൽ പറഞ്ഞു വിട്ടതാണ്. അത് അല്ലാതെ കൊണ്ടുവന്നപ്പോ ഇവൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഷോയിൽ കൊണ്ടിരുന്നിട്ട് ഇവിടെ പറഞ്ഞു വിട്ടു. ആരാ വരാൻ പോന്നെ? ഗംഭീരമായി മെന്റലിസം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞു ഉറങ്ങും ഒരുമിച്ച്. ജിഷ്ണു. മിന്നൽ തിളങ്ങളൊക്കെ ഫുൾ മിന്നി. ഞാൻ രണ്ട് കൈകളും തന്നെ എന്തിനാണെന്നറിയോ? ആദ്യമായിട്ടാണ് കോട്ട് സ്യൂട്ട് ഒന്നില്ല സിമ്പിൾ ആയിട്ട് ഒരാൾ വരുന്നത്. അല്ലേ? മറ്റേ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോ കോട്ടക്കേട് ഭയങ്കര നൈസ് ലുക്ക്, ഹാർഡ് പണി, അതാണ് അവന്റെ പേര്. അതാണ് ഇങ്ങനെ ഇപ്പൊ ഈ പിടിച്ച ശേഖാനിൽ തന്നെ ഫുൾ ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ പോയി. അത് പോയി, അവന് പോയി മെസ്സേജ് ആയിട്ട്. അവനതൊക്കെ പണ്ടേ അറിയാം. ജിഷ്ണു എവിടുന്നാ വരുന്നേ? ഞാൻ മലപ്പുറം വളാഞ്ചേരി. വളാഞ്ചേരി എവിടുന്ന്? സി കെ പാറ. വളാഞ്ചേരി ഹൈസ്കൂളിന്റെ അടുത്ത് തന്നെ. ആണോ? അപ്പൊ ശ്രീയമ്മാമ നിങ്ങളുടെ ടീച്ചറാ? ഞാൻ അവിടെ ഹൈസ്കൂളിലല്ല പഠിച്ചത്, ടെക്നിക്കൽ ഹൈസ്കൂളിലായിരുന്നു കുറ്റിപ്പുറം. നീ ടെക്നിക്കൽ ഹൈസ്കൂളാ? ഞാനും ടെക്നിക്കൽ ഹൈസ്കൂളാ. അല്ല, അതാണ് ഇവന്റെ ടെക്നിക്ക്. അയ്യോ, ഞാനും യൂണിവേഴ്സിറ്റി പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാ. ഇന്ത്യയിൽ മൊത്തം 2 വിദ്യാർത്ഥികൾ അവിടുന്ന് പഠിച്ചറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താന്ന്? ഇത് എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? ഷോക്ക് കൊടുക്കണോ? മാറൂല. ശരി, ഈ മെന്റലിസ്റ്റ് എന്താണ് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത്? എല്ലാരും മൈൻഡ് റീഡിംഗ് അല്ലേ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ നിന്നുകൊണ്ട് ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കാം. ദൈവം എന്നോട് ചോദിക്കല്ലേ, എന്നോട് ഇല്ല, സാധാരണ മെന്റലിസ്റ്റ് മൈൻഡ് റീഡിംഗ് ആവശ്യം മൈൻഡ് റീഡിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ചെറിയൊരു സംഭവം. അല്ല, നോക്കാം, ചെയ്തു നോക്കാം. ഞാൻ മാറി തരണോ? അല്ല, കുഴപ്പമില്ല, ചേച്ചി തന്നാൽ നന്നാവും എന്നാണ്. അവന് തന്നെ കൺഫ്യൂഷൻ ആണ്. നമുക്ക് അവന് സ്റ്റേജ് വിട്ടുകൊടുക്കാം. എന്താ പറയാ? പറഞ്ഞോ ജിഷ്ണു. അല്ല, ചെയ്യാൻ പോണത് കണ്ടാ പോരെ. അവൻ എന്നെ വേണേം ചെയ്യണം എന്ന് എന്നോട് പോകാൻ പറയാനും പറ്റുന്നില്ല. ഒരു പോസിറ്റീവിന്റെ കൂടെ നെഗറ്റീവ് എപ്പോഴും വേണം, അതാണല്ലോ. ശരി കുഞ്ഞാവേ, അത് നമ്മള് പിന്നെ അവാർഡ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. കാറ്റഗറിയിൽ വരുവാണെങ്കിൽ നമ്മൾ അവാർഡ് തരാം കേട്ടോ. ശരി, പറഞ്ഞോ കുഞ്ഞാവേ. തുടങ്ങിക്കോ. ഇതിവിടെ ഇരുന്നോട്ടെ. ഇതിവിടെ ചെയ്യാൻ പോണ സാധനങ്ങൾ ഇത് വെച്ചിട്ടില്ല. നോർമലായിട്ട് ഇപ്പോ എന്റെ ഒരു വാലറ്റ് ഇരിക്കട്ടെ ഇവിടെ. അവന് എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ അവൻ ഇവിടെ വെക്കുകയാണ്. ഇത് കമത്തി വെച്ചാൽ കുഴപ്പമുണ്ടോ? കൊറേ ഉണ്ട് കേട്ടോ. തൈലം വലിയ ഒരു പൊണ്ടെങ്കിൽ കൊടുക്കണേ. ഇല്ല, ഇനി ഞാൻ മാത്രമേ. ചേട്ടനൊന്നരാവോ? ചേട്ടൻ വരും. നിനക്കെന്നെ മനസ്സിലായടേ? ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം കൊടുക്കണം. കള്ളത്തരം പറഞ്ഞ് ചെറുക്കനെ പറ്റില്ല. ഞാൻ കൊണ്ടുവന്ന പയ്യനായോണ്ട് പറയല്ല, അവൻ കൊണ്ടുവരുന്നവർക്ക് എന്നെ പണി കൊടുക്കണവന. എന്റെ നല്ല മനസ്സ് എല്ലാരും അറിയുമല്ലോ എന്റെ ഭഗവാനെ. ഇല്ല, മൈൻഡ് റീഡിംഗ് അല്ല. ഇല്ലേ? ചേട്ടൻ എന്റെ കണ്ണ് കുത്തി പിടിക്കണം. കണ്ണു കുത്തി പിടിക്കണം. കൊത്തോടെ മുത്തേ. അല്ല, പറയട്ടെ, എനിക്കൊരു 30 സെക്കൻഡ് സമയം എന്താ? ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തിരിഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ പറയണത് കൃത്യമായിട്ട് കേട്ടിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ചിരിച്ചു നിർത്തുന്ന എങ്ങനെയാണോ? പറഞ്ഞോ. ഓക്കെ, എലീനേച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് മൈൻഡ് കൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്യാം. ഒന്നിലും തൊടണ്ട ഇപ്പൊ തൽക്കാലം. ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്ട്സ്, ആ പേപ്പർ വേണ്ട. ശരി. എന്നിട്ട് മൈൻഡിൽ ഏതാണോ പെട്ടെന്ന് എടുക്കാൻ തോന്നണേ അതെടുത്തോ. എടുത്തു. അതൊരു കാര്യം ചെയ്യും, അത് ശ്വേത ചേച്ചിക്ക് കൊടുത്തോ. ഓക്കെ. ഇനി സെയിം ഏതെങ്കിലും ഒരെണ്ണത്തിൽ മൈൻഡ് ഫോക്കസ് ചെയ്യാം. ഓക്കെ. അതെടുക്കണ്ട, വേറൊരു സാധനം എടുക്കും. ഓക്കെ. അതൊരു കാര്യം ചെയ്തോ, അത് നോബി ചേട്ടന് കൊടുത്തോ. നടന്നൂപ്പാട് വരും ഇനിയാണ്. ചേച്ചി 2 എണ്ണം ഉണ്ടല്ലോ ഇനി ബാക്കി. നന്നായിട്ട് മൈൻഡ് ഏതെങ്കിലും ഒരെണ്ണം ഏതിലോട്ടാണ് കൂടുതൽ എടുക്കണം എന്ന് തോന്നണേ അതെടുത്തോ. എടുത്തു. അതൊരു കാര്യം ചെയ്തോ, ശ്രീവിദ്യയുടെ
മറ്റേ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഡയാന ചേച്ചിയുടെ അടുത്തും കൊടുത്തു. ഇനിയിപ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സാണ് കിട്ടിയെന്ന് ഇങ്ങനെ കാണിച്ചു വെക്കണ്ട. ഞാൻ തിരിഞ്ഞാലും കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചാൽ നന്നായിരിക്കും. ഈ ഡയാന ഏത് ഹോസ്പിറ്റലിലെ നഴ്സ്? തമാശ പറയാം. ഇയാള് ചികിത്സയ്ക്ക് വരുന്ന ഹോസ്പിറ്റലില്ല, മെന്റൽ ഹോസ്പിറ്റൽ. കിട്ടിയില്ലേ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. Yes, I'm done with everything. അത് ഞാൻ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചോ എല്ലാരും. കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്ത് തിരിഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, ആരുടെ അടുത്താണെന്ന് അറിയരുത്, പറയരുത്, അത്രേ ഉള്ളൂ. ഓക്കെ കഴിഞ്ഞു ജിഷ്ണു. എന്നാ കണ്ണു കേട്ടോ. പൊത്തട്ടെ? അല്ല പൊത്തല്ല, തുറന്നു. അല്ല തുറക്കണേ. ഓക്കെ ഞാൻ പോട്ടെ. ഓ എൻ്റെ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ആരുടെയൊക്കെ അടുത്ത് ഏതൊക്കെ ഒബ്ജക്ട്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ നോബി ചേട്ടാ, ഓ ഞാൻ ചോദിക്കും, അത് കള്ളോ സത്യം എന്ത് വേണേലും പറയാം കേട്ടോ. വാലറ്റ് കയ്യിലുണ്ടോ? ഡയാന ചേച്ചിയുടെ കയ്യിലുണ്ടോ വാലറ്റ്? ഓക്കെ ഫൈൻ, അതിലില്ലാന്ന് എനിക്ക് മനസ്സിലായി. ശ്വേത ചേച്ചിയുടെ കയ്യിൽ ഐഫോൺ ഉണ്ടോ? യെസ് ഓർ നോ? സത്യവും കള്ളോ? കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു നോബി ചേട്ടൻ്റെ അടുത്ത് വാലറ്റ് ആണ്. അതായത് he came up to a conclusion that നോബി ചേട്ടന്റെ കയ്യില് വാലറ്റ് ഉണ്ടെന്ന്. ഇപ്പൊ സത്യം പറയാം. സത്യം പറയാം. കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, ഫൈൻ. കൊടുത്ത എനിക്കല്ലേ കൺഫ്യൂഷൻ, ആറേലും എന്നൊക്കെ ഇരിക്കുന്നത്. അപ്പോഴാ എല്ലാരും ഓരോ സത്യമോ കള്ളോ എന്തെങ്കിലും പറഞ്ഞേ. എന്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. ഓക്കെ എന്റെ കയ്യില് എന്തായിരുന്നു അത്? വാലറ്റ് ഉണ്ട്. ശ്വേത ചേച്ചി? എന്റെ അടുത്ത് ഐഫോൺ ഉണ്ട്. ശ്രീവിദ്യ ചേച്ചി? എന്റെ അടുത്ത് ഐഫോൺ ഇല്ല. എല്ലാരും ഐഫോണിൽ പിടിച്ചു വെച്ചേക്ക. എനിക്കിതിൽ ജെന്യൂനായി തോന്നിയൊരു കാര്യം, എനിക്ക് വലിയ ഉറപ്പില്ല, എനിക്ക് തോന്നുന്നു ഡയാന ചേച്ചിയുടെ അടുത്ത് ഐഫോൺ ഉണ്ട്. പിന്നെ ഐ തിങ്ക് നോബി ചേട്ടൻ്റെ അടുത്ത് മാർക്കർ ആൻഡ് വാലറ്റ് ശ്രീവിദ്യേച്ചിയുടെ അടുത്താണ്. ആൻഡ് ബാക്കി ഗം സ്റ്റിക്ക് ചേച്ചിയുടെ കയ്യിലാണ്. യെസ് ഓർ നോ? യെസ്. എന്റെ പൊന്നോ, താങ്ക് യു സോ മച്ച്. ആരാ കൊണ്ടുവന്നത്? എന്റെ മോനെ. ജിഷ്ണു, ഓ ഇത് തന്നെയല്ലേ മൈൻഡ് റീഡിങ്? പക്ഷേ മൈൻഡ് റീഡിങ് അല്ലെന്ന് പറയാൻ കാരണം ആദ്യം ചോദിച്ചു പേപ്പർ, റൈറ്റ്? അതൊന്ന് എടുത്ത് വായിച്ചേ, മലയാളം വായിക്കാൻ അറിയാലോ. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. നോബി ചേട്ടന്റെ കയ്യിൽ വാലറ്റ് ആയിരിക്കും എന്ന് കരുതിയെങ്കിൽ തെറ്റി. ചേട്ടന്റെ കയ്യിൽ മാർക്കർ ആയിരിക്കും. വേദ ചേച്ചിയുടെ കയ്യിൽ ഗം സ്റ്റിക്ക് ആയിരിക്കും. ശ്രീവിദ്യ ചേച്ചിയുടെ കയ്യിൽ വാലറ്റ്, ഡയാന ചേച്ചിയുടെ കയ്യിൽ ഫോണും ആയിരിക്കും ഉണ്ടാവുക. സോ ഇതില് മെന്റലിസ്റ്റ് കളിച്ചത് ആരുടെ അടുത്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എലീന. Shit, man. ആ കൈ കൊടുത്ത് ഓർമ്മണ്ടോ? കൈയല്ല, he just manipulated my mind. എന്നിട്ട് എന്നിൽ കൂടെ അത് പ്രവർത്തിച്ചു. അതെ 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 അതെ. ഞാനിനി എങ്ങനെ റോഹിത്തിന്റെ അടുത്ത് പോകും? ഞാൻ നിന്നോട് വീട്ടിൽ വരട്ടെ? അത് അടിപൊളി, സൂപ്പർ. മൈൻഡ് റീഡിംഗ് അറിയോ ജിഷ്ണു? ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു ഇതപ്പോ ക്ലീഷേ പോലെ ആയി തുടങ്ങി. മെന്റലിസ്റ്റ് അല്ലല്ല, നമ്മള് നിങ്ങൾക്ക് ഒരു നല്ലൊരു വ്യക്തി തരാം. മൈൻഡ് നമുക്കറിയില്ല ആ കുട്ടി ആരാണ്, പഴയ കാമുകൻ എവിടെ എന്താ പ്രശ്നം. ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചാൽ ശ്രീവിദ്യ ഒന്ന് കണ്ണടക്കെന്ന് പറയുമ്പോൾ തന്നെ ശ്രീവൃത്തി പറയും, സത്യമായിട്ട് എനിക്ക് 4 പ്രേമുണ്ട്. ജിഷ്ണു പറഞ്ഞു, ജിഷ്ണു അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, അതിപ്പോ വേണ്ട എന്നുള്ള രീതിയിലാണ്. വടക്കേക്കര വീണ്ടും ഒരിക്കൽ കൂടി ജിഷ്ണുവിനെ ഇറക്കും. അന്ന് ഇവിടെ ഉള്ള കുറെ പേരുടെ മനസ്സ് അവന്റെ പോക്കറ്റിൽ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പേരിന് വേറൊരു പൊന്ന കൊണ്ടുവരും.
ഭയങ്കര കിടിലമായിരുന്നു ജിഷ്ണുവിന്റെ ഈ ഒരു പെർഫോമൻസ്. Thank you so ഏറ്റവും much. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാം, ഈ പറഞ്ഞ പോലെ ജിഷ്ണുവിന്റെ ഒരു അപ്പിയറൻസ് അല്ലേ. അല്ല ജിഷ്ണുവിനെ കണ്ട ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വരച്ചിട്ടൊക്കെ പാടൂലേ? അങ്ങനത്തെ പയ്യൻ പോലെ. എടാ പോണ വഴിക്ക് നമ്മുടെ ഈ ഷോ ഡയറക്ടർ അനു ചേട്ടന്റെ മനസ്സൊന്ന് വായിച്ചിട്ട് പോലെ സംഭവം ഇത് വർക്കാവണുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. വടക്കേക്കാരെ കൊണ്ടുവന്ന ജിഷ്ണു കീടിലവൻ. ഇനി നമ്മളെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. Yes, അതിന് yes. ശ്വേതാജിയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർപ്പ് വിളിച്ച് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഓണപ്രകാരം. Yeah. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ശ്വേതാജി. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് നമ്മളെ ഞെട്ടിച്ചതിന് ഒരുപാട് സന്തോഷം. ഇനിയും വരണം. ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വൈ സോ സീരിയസ്? കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫയർ. എന്റെ പൊന്ന് സിനിമയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് വൾഗർ. അല്ല ബർഗർ. അയച്ചോ സൂപ്പറാ മോളെ, അടിപൊളിയാണ്, സൂപ്പർ. സത്യം പറ, ഇത് ആര് കഴിച്ചതിന്റെ ബാക്കിയായത്? ഇത് ഏതവള് കടിച്ചതിന്റെ ബാക്കിയാന്ന്? സിനി നീ കണ്ണി ചോരാതെ ഇങ്ങനെ സംസാരിക്കരുത്. നീ മേലെ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. ഇല്ല, എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസമില്ല. നോക്കട്ടെ, നീ എന്ത് കാണിക്കുന്നത്? ഏതവളാണെങ്കിൽ ഈ ബർഗർ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോളത്തൊന്ന് ചാരുമല്ലോ. അവളുടെ മുടി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നോക്ക് നോക്ക്, നീ നോക്ക് കേട്ടാ. ഇല്ലല്ലോ. സത്യം പറ, ഏതാ മൊട്ടേച്ചി? എന്റെ ദൈവമേ, ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്റെ സിനി, ഞാൻ ഈ ബർഗർ ഈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചാണ്, മനസ്സിലായ? എന്നാ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് കടിച്ചിട്ടുണ്ടാവും. അതാണല്ലോ ഇവിടുത്തെ ആർത്തി പണ്ടാരം. കടിയുടെ ആഴം പല്ലിന്റെ ഇവിടെയും വെച്ചിട്ട് എന്തായാലും അച്ഛൻ കടിച്ചതല്ല. പിന്നെ ഇത് ആര് കടിച്ചതാ? എന്റെ പൊന്നു മോളെ, ഇവിടുത്തെ എലിയില്ലേ, നമ്മളിവിടെ ശല്യപ്പെടുത്തുന്ന എലി, ആ പാവപ്പെട്ട എലി വിശന്നപ്പെടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എലി, ആരെങ്കിലും ഒരാളെ വീട്ടിലുണ്ടാവും. നീ എന്ത് വർത്താനം നീ പറയുന്നത്? നിങ്ങൾ ഇത് കണ്ടോ? അയ്യോ എന്റെ പൊന്നു മോളെ, സ്ട്രൈറ്റ് ചെയ്ത് മോളെ സ്ട്രൈറ്റ് ചെയ്തൊക്കെ ഏറ്റവും സൂപ്പർ ആയതാണ്. ഈ മുടിയുടെ തുമ്പ് മുറിച്ചതാ. അയ്യോ, ഞാൻ തുമ്പ് മുറിച്ചതല്ല, ഇന്നലെ രാത്രി ആ എലി വന്ന് കടിച്ചു മുറിച്ചതാ. 2000 രൂപ കൊടുത്തിട്ട് നീ ബ്യൂട്ടി പാർലറിൽ പോയിട്ടേ ആ മുറിക്കുന്നതൊക്കെ നല്ലപോലെ എലി കടിച്ചു മുറിച്ചിട്ടുണ്ട്. അത് മതി. എന്റെ ദൈവമേ ചേട്ടാ, ആരും ഇവിടുത്താ എന്ത് ഉമ്മരല്ലേ? ഉമ്മ തരാനല്ല, ആ സോഫയുടെ മറയത്തെ എന്തോ ഒരു അനക്കം. ചിലപ്പോ എലിയായിരിക്കും. ആ നാശത്തിന് ഞാൻ തല്ലിക്കൊല്ലും. വേണ്ട സിനി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഒരു മിണ്ടാപ്രാണി ഉപദ്രവിക്കരുത്, അത് ദോഷമാണ്. നിങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് മാറി ചേട്ടാ. ഈ നാശത്തിന് തല്ലിക്കൊല്ലും. അയ്യോ അയ്യോ അയ്യോ, അച്ഛൻ അച്ഛൻ എന്റെ മുതു അടിച്ച് തിരുനക്കര മൈതാനം പോലെ ആക്കിയേ. അച്ഛൻ സോഫയുടെ പുറമെ പോയിരുന്നേ. ഞാൻ അവിടെ ഇരുന്നപ്പോ എനിക്ക് വിശന്നു. ഞാൻ ചുമ്മാ നടന്നു വന്നപ്പം സോമയുടെ പിന്നിൽ 2 കഷ്ണം തേങ്ങാപ്പൂള് കിടക്കുന്ന കണ്ടു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ച് പൊളിച്ച് കളഞ്ഞില്ലേ? അച്ഛൻ എന്തിനാ തേങ്ങയൊക്കെ എടുക്കാൻ പോയത്? അത് ഞാൻ എലിനെ ഓടിക്കാൻ വെച്ചല്ലേ. നീ എലിനെ ഓടിക്കണമെങ്കിൽ ഡയറക്ടർ അനൂജിനോട് പറയണം, അല്ലാതെ എന്റെ മുതു അടിച്ച് പൊളിക്കരുത്. അയ്യോ അച്ഛൻ എലിനെ അല്ല, എലി എലി. എടാ, എലിയെ ഓടിക്കാൻ എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് അറിയാമോ? വാഴക്കേപ്പം, പരിപ്പോട, ഉഴുന്നുവട, തേങ്ങാപ്പൂള്. ബാക്കി ഒരുത്തരും ഇവിടെ പട്ടിണിയാ പട്ടിണി. എന്റെ സിനി, നീ ഈ സാധനങ്ങളൊന്നും എലിക്ക് കൊടുത്തോണ്ട് എലി ഇവിടുന്ന് പോകത്തില്ല. നീ ഒരാഴ്ച എലി ഒന്ന് പട്ടിണി കിട്ടുമോക്ക്. ആഹാരം കിട്ടാതാവുമ്പോഴേ അത് വിശന്ന് തന്നെ അങ്ങ് വെക്കോളും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്നെ പോണം. അച്ഛൻ എലിയാണോ? അല്ല, ഇതെന്റെ കലി. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഓ, ഇവിടെ വായു ഭക്ഷണമാണല്ലോ. അച്ഛൻ അങ്ങനെ പറയരുത് കേട്ടോ, കളിയാക്കിയൊന്നും വേണ്ട. വായു ഭക്ഷണോ? അച്ഛൻ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയും കൂടെ കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടേ. കഴിച്ചോ? ഉച്ചക്ക് ചോറും പരിപ്പാറിയും കഴിച്ചു. വൈകിട്ട് ചായ കൂടെ ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി കഴിച്ചായിരുന്ന? കഴിച്ചു. എന്നിട്ടാണോ അച്ഛാ വായു ഭക്ഷണം മാത്രം കഴിച്ചെന്ന് പറയുന്നത്? ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം വായു ഉണ്ടാക്കുന്ന സാധനമല്ലേ? എവിടെ തനിക്ക് തരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം കൂടി ഞാൻ കഴിക്കുമ്പോ എനിക്ക് അടിവയറ്റുന്നൊരു വായു മേളിലോട്ട് വന്ന് നെഞ്ചിൽ വിലങ്ങി നിൽക്കും. ഞാനങ്ങ് മേളിലോട്ട് പോകും. എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. അത് നടക്കത്തില്ല മോളെ. ഒരു സൈഡ് എലിയെ കൊണ്ടുള്ള പ്രശ്നം, ഒരു സൈഡ് അച്ഛനെ കൊണ്ടുള്ള പ്രശ്നം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആ എലി ഓടിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്. എന്താണെങ്കിലും ഇന്ന് എലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. പോക്കുണ്ട്, നാണോ ഇല്ലടാ? എടാ, അവിടെ ചാടിത്തുള്ളി പോയത് കണ്ടോ? അഹങ്കാരം. എടാ, അവർക്ക് ഇവിടെ എന്തിന്റെ കുറവാണ്? മിക്സിക്ക് മിക്സിയില്ലേ, ഗ്രൈൻഡറിന് ഗ്രൈൻഡറില്ലേ, വാഷിംഗ് മെഷീനില്ലേ? എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഒരു പേര് മോഹനൻ. അച്ഛ, ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് ഞാൻ തന്നെയല്ലേ ഒറ്റയ്ക്ക്? നാണം ഇല്ലേടാ പറയാൻ? നാണം. കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലമായി. ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം
എനിക്കും ഉണ്ടായിട്ടില്ല. അച്ഛാ എന്നെ ചുമ്മാ അങ്ങനെ വിഷമിപ്പിക്കരുത്. അച്ഛാ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. അച്ഛനറിയാലോ, കല്യാണത്തിന് ആദ്യ രാത്രിക്ക് ഞാൻ സിനി എടുത്ത് കട്ടിലിൽ ഇരുന്നപ്പോഴേ സിനിക്ക് ഞാൻ ഉമ്മ കൊടുക്കാൻ ചെന്ന്, അപ്പോ ആ എലി എന്റെ മുമ്പിൽ കൂടെ വന്ന് എന്റെ ഉമ്മ മേടിച്ചോണ്ട് ഒറ്റ ചാട്ടം. അതറിയോ അച്ഛന്? എന്നാള് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞാനൊരു ചോക്ലേറ്റിന്റെ വായി വെച്ചിട്ട് സിനിക്ക് കൊടുക്കാനായിട്ടാണ് സിനി എന്നാ കടിച്ചോ സിനി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ കണ്ണടച്ചതുകൊണ്ട് കടിച്ചോണ്ടിടത്തോണ്ട് പോയി. ശരിയാ, നീ അല്ല എലി. നിന്റെ കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിലും വേറെ കുറെ കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എവിടെ? അതെ, നമ്മളെ വടക്കേപ്പുറത്തെ മുറിയില്ലേടാ, അവിടെ ആ എലി പ്രസവിച്ച് കുഞ്ഞു കുട്ടികളുമായിട്ട് കിൻഡർ ഗാർഡൻ നടത്തുന്നടാ. അച്ഛൻ നമ്മളിവിടെ ഓടി കളിക്കുന്നില്ല. ചെന്ന് നോക്കിയപ്പോ എന്റെ വരയും വള്ളി നിക്കറിന്റെ വള്ളിയില് ഒരു എലിക്കുഞ്ഞിനിരുന്ന് ഊഞ്ഞാലാടുന്നു. നമ്മൾ ഇവിടുത്തെ എനിക്ക് ആ എലിക്കുഞ്ഞിനെ കാണാൻ കൊതിയോ. അയ്യോ, പ്രസവിച്ച് കിടക്കല്ലേടാ, ലേബർ റൂമിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. ഇതിനെ എലി ഒരു മിണ്ടാപ്രാണിയാണ്. മിണ്ടാപ്രാണിയാണ് എലി, മാത്രം മിണ്ടാപ്രാണി. ബാക്കി മൃഗങ്ങളൊക്കെ സപ്തസ്വരങ്ങൾ പാടുന്നവരല്ലേ. അച്ഛന്റെ പ്രശ്നം ഇപ്പൊ എന്താ? അച്ഛന് 2 പ്രശ്നമുള്ളൂ, ഒന്ന് എലിയും ഒന്ന് വെച്ചാപ്പും. നമുക്കൊരു പൂച്ച വളർത്തിയാലാ? എന്തിനടാ, 10-35 കൊല്ലായിട്ട് ഞാനിവിടെ ഒരു പോത്തിനെ വളർത്തുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ അതിനെ കാണാം. എന്റെ സ്വഭാവം എടി, നീ കഴിഞ്ഞ ആഴ്ച തന്ന ആ വിഷമില്ല എലീനെ കൊല്ലാനുള്ളത്, അത് ഇന്നാടി എനിക്ക് കേക്കിൽ വെക്കാൻ നേരം കിട്ടിയത്. അതെങ്ങനെ വെക്കണം? അയ്യോ, എങ്ങനെ വലിച്ചു വാരി നിലത്തൊന്നും ഇട്ടാ ഞങ്ങളുടെ വീട്ടിലേല് തിന്നൂല. അത് ഭയങ്കര VIP ആടി, ടേബിളിന്റെ പൊക്കത്ത് കേറിയിരുന്നേ തിന്നു. ആ, ഞാൻ എന്തായാലേ വിഷം വെച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടാ. ശരിയടി, ശരി. നാശം പിടിച്ചേലി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ അടുത്ത വേഷം കെട്ട് ഇന്ന് ഞാൻ അതിനെ കൊല്ലും. എന്റെ ദൈവമേ, ഈ നാശം പിടിച്ചേലി, ഇതിനെ ഞാൻ ഇനി വേഷമൊന്നും വെക്കേണ്ടി വരൂല. ഇതിനെ ഞാൻ വല്ല തല്ലി കൊല്ലേണ്ട അവസ്ഥയാ. ഈ നാശത്തിന് ഞാൻ ഇന്ന് അയ്യോ അച്ഛൻ. എടി അടിയോ അയ്യോ അച്ഛേ ഒക്കെ നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയും? ഞാൻ അയ്യോ വെക്കാം, നീ അച്ഛാന്ന് വിളിച്ചോ. അയ്യോ അച്ഛാ, അച്ഛൻ എപ്പോ വന്നു? ഒരയ്യോ കേട്ടില്ലേ? അത് ഞാനായിരുന്നു. ചിരിക്കടി, തമാശയല്ലേ? അല്ല അച്ഛാ, അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? മുന്നറിയിപ്പും കൊണ്ട് വരാൻ ഞാൻ എന്താ ഇടിമിന്നലാണോ? ചിരിക്കടി. അച്ഛൻ ഇടിമിന്നലല്ലോ, ഇടിവെട്ടല്ലേ. എന്ത് വളിച്ച കോമഡി അച്ഛാ. എന്താണ് ഈ കോമഡിക്ക് കുഴപ്പം? നിനക്കറിയാലോ, ഞാൻ വീട്ടിലിരുന്ന് ഹാസ്യോൽപാദനം നടത്തി ഹാസ്യ രചനകള് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അവരയച്ചു തരുന്ന കാശ് കൊണ്ടാണ് നിന്നെയും ഇളയത്തുങ്ങളെയും വളർത്തിയത്. എന്റെ അച്ഛൻ എന്താ ഒരു വിവരമില്ലാണ്ട്? അതുകൊള്ള, എനിക്കാണോ വിവരമില്ലാത്തത്? ഞാൻ പറയുന്ന വിവരക്കേടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്കല്ലേ വിവരമില്ലാത്തത്? അതല്ല, അച്ഛൻ എന്താ ഒരു വിവരവും വിളിച്ചു പറയാണ്ട് വന്നേന്ന്. ആരോട് പറയാതെ? അതിന് ആർക്കാ വിവരം? ഇവിടെ ഉള്ളത് ആരാ? ഒരു വിവരമില്ലാത്ത അച്ഛനും വിവരമില്ലാത്തതിന്റെ ഭർത്താവും. ഒന്നും പറഞ്ഞില്ല, ഞാൻ അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാവേ. നീ പോയി എടുത്തോണ്ട് വരണ്ട വരും, അല്ലാതെ ചായ നടന്നു വരത്തില്ല. അയ്യോ, അങ്ങനെ ചിരിച്ചു പോലെ ഈ കോമഡി ഒളിഞ്ഞു പോകും. അല്ല, ഇതാരായി വന്നിരിക്കുന്നേ? മനസ്സിലായില്ല? അഭിഷേക് ബച്ചൻ. അതെ, അമിതാഭ് ബച്ചൻ അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ റായിയെ കൊണ്ട് ഒന്നുകൂടെ കെട്ടിക്കും. അത് നല്ല ഹാസ്യം. ഇങ്ങനെയുള്ള ഹാസ്യ ശകലങ്ങൾ കേൾക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, സിനിയുടെ അച്ഛൻ ഒറ്റയ്ക്ക് വന്നേ? ഇല്ലടാ, മറ്റേ ചിരഞ്ജീവി പ്രവാസം ഒക്കെ പുറത്ത് നിപ്പുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമല്ല അച്ഛൻ ഇവിടെ വരുന്നത്. അച്ഛൻ എന്തായാലും ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി. കൊച്ചാട്ടൻ കേട്ടോ, കൊച്ചാട്ടൻ ഒരാഴ്ച നിന്നിട്ട് പോണോന്ന്. ഒരാഴ്ചക്ക് അങ്ങനെ നിപ്പ് നിന്ന് കഴിഞ്ഞാൽ കാല് കിടക്കത്തില്ലേ? അമ്മയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അമ്മയൊക്കെ ചിലപ്പോഴൊക്കെ താഴ്ത്തിരിക്കും, ചിലപ്പോഴൊക്കെ കസേരയിലിരിക്കും, ചിലപ്പോഴൊക്കെ നിലത്ത് കുത്തിയിരിക്കും. അവനെ കൊണ്ട് സംസാരിപ്പിക്കാതെ എന്തെങ്കിലും കഴിക്കാടുത്ത് കൊടുക്കണം. കേക്ക് കേക്ക് കേക്കാം മരുമോനെ, കേക്കാം പറഞ്ഞു. തോൽവിയായപ്പോല്ലോ അച്ഛാ, വിശക്കുന്നെങ്കിൽ കഴിക്കാൻ കേക്ക് ഇരിപ്പുണ്ട്. കേക്ക് വേണ്ട, കേക്ക് ഷുഗറാ. എന്നാ തിന്നണ്ട. അല്ലല്ല, നിങ്ങൾ ഒരെണ്ണം കഴിച്ചേക്കാം. വേണ്ട, നിർബന്ധമില്ല. അല്ലല്ല, നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കും. കഴിക്കേ നിർബന്ധിച്ച് ഞാൻ തന്നെ ഒരെണ്ണം അങ്ങ് എടുത്ത് കഴിക്കും. ഒരെണ്ണം കൊച്ചാട്ടൻ കഴിക്കും. എനിക്ക് വേണ്ട ചേട്ടാ. ആയിക്കോച്ചേട്ടാ, എനിക്ക് വേണ്ട ചേട്ടാ. എനിക്ക് വേണ്ട ചേട്ടാ. കഴിക്കും, നല്ല കേക്ക് കഴിക്കണം. എന്നെ ഭയങ്കര പേടിയാവും. നിങ്ങൾ കോമഡി പറയുമോന്ന് പേടിച്ചിട്ടാ? ഒന്നുമില്ല. സിനിയുടെ അച്ഛന്റെ കാലയപ്പം എലി കടിച്ചേനെ. അവന്റെ കാലയിലല്ല, അവന്റെ വായിലാ കടിക്കേണ്ടത്. ചായ എടുക്ക്. എന്താന്ന്? ചായ എടുക്കച്ചാ. ചായ? ഏട്ടാ ചായ.
ചായ എടുക്കേട്ടാ. ആ വാങ്ങിച്ചു കുടിച്ചോടാ, ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന സൗഭാഗ്യമാടാ, കുടിച്ചോ. അച്ഛാ, ചായ. ഞാൻ പോയിട്ടെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വേണ്ട, ശരി. കഴിച്ച് അച്ഛൻ കഴിച്ച്. അച്ഛൻ കേക്ക് കഴിച്ച്. അച്ഛൻ കേക്ക് കൊണ്ടുവന്നാ? കേക്ക് കൊണ്ടുവന്നില്ല. ഇവിടെ ഇരുന്ന കേക്ക് കണ്ടേ? ഓ, ഇവിടെ ഇരുന്ന കേക്കല്ലേ? ഓ, നല്ല കേക്കായിരുന്നല്ലേ അച്ഛാ? നല്ല സൂപ്പർ. നല്ല മധുരം ഉണ്ടായിരുന്നു. കേക്കിലല്ലേ ഞാൻ വിഷം വെച്ചത്. അയ്യോ, അച്ഛനാ കേക്ക് കഴിച്ചാ? ഞാൻ കഴിച്ചു, എപ്പോഴേ കഴിച്ചു. കഴിച്ചു. ഏട്ടനാ കേക്ക് കഴിച്ചാ? സിനിയാണ് സത്യം ഞാൻ കേക്ക് കഴിച്ചു. അയ്യോ, എന്റെ അച്ഛനാ കേക്ക് എടുത്ത് കഴിച്ചാ? ഇല്ല മോളെ, ഞാൻ എടുത്ത് കഴിച്ചില്ല. പിന്നെ ഞാൻ തന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചാ. എന്താ പ്രശ്നം? കാര്യം റെഡി. ഒന്നുമില്ല. അയ്യോ, ചേട്ടാ, ആംബുലൻസ് വിളിക്കേട്ടാ. അച്ഛനെന്താ പറ്റി? ചേട്ടാ, പോയി ആംബുലൻസ് വിളിക്ക്. അച്ഛാ, അയ്യോ, ചേട്ടാ, നോക്കിക്കട്ടെ. 8 മണിക്കൂറെണ്ണം കയറി ഇരുന്നതാ. പാട് വിട്ട് ഇപ്പൊ പുറത്തോട്ട് പോയി. വെറുതെ ഈ പെണ്ണ് പേടിപ്പിച്ച് മനുഷ്യനെ. പേടിപ്പിച്ചു. ആ, അല്ല പിന്നെ ഈ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കുന്ന പരിപാടി ഒന്നും ചെയ്തു. ആംബുലൻസ് ഒന്നും വിളിക്കണ്ട. തെറ്റിയതിലാണ് സേഫ്റ്റി പിന്നോട് നോക്കുന്നത്. ആവശ്യമില്ലാത്തോടത്തൊക്കെ കുത്തി കയറി. ഇപ്പോഴത്തെ പ്രേതബാധ കൂടിയോ? ഇവിടെ കാര്യം എന്താ തുറന്നു പറ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നെ ചീത്ത പറയരുത്. ഇല്ല, നമ്മുടെ കാര്യം പറ. ഇവിടെ ഇരുന്ന കേക്കില്ലേ, അതിലൊരു കേക്കിനകത്ത് ഞാൻ എലിവിഷം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളിൽ ആരാ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഇത്തിരി അകത്ത് പോയാ മതി, 10 മിനിറ്റിനുള്ളിൽ ആള് തീരും. ക്ഷമിക്കണം. ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അല്ലല്ല മോളെ, നോക്കട, അമ്മ അറിയാതെ അച്ഛൻ ഇടുക്കിയിൽ ഒരു ബന്ധമുണ്ട്. അതിലൊരു പെൺകുട്ടിയുണ്ട്. ഞാൻ മരിച്ചു പോയാൽ ആ കുട്ടിയെ നീ അനിയത്തിയെ പോലെ നോക്കണം. അമ്മയോട് അച്ഛൻ മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞേരി. അച്ഛനോട് ക്ഷമിക്കടി, അച്ഛനോട് ക്ഷമിക്ക്. ഈ കല്യാണം കഴിഞ്ഞു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ 5 മാല 4 മാല കാണാതെ പോയില്ലേ? അത് വോട്ട് മുട്ടടിച്ചത് ഈ അച്ഛനാടി. ക്ഷമിക്കടി. അച്ഛനെല്ലാം തട്ടിപ്പോയാ അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. ഇവിടുന്ന് തടവിത്താ. ഞാൻ മിക്കവാറും മരിക്കുന്നതിനും എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ഉമ്മതായി ഇവിടെ. അന്ത്യചുംബനം തന്നാ പോരെ ഏട്ടാ? ഒരു ഉമ്മ തരില്ല കേട്ടാടി. എനിക്ക് അയ്യോ, എന്റെ ഏട്ടനും മരിക്കാൻ പോകുന്നു, എന്റെ അച്ഛനും മരിക്കാൻ പോകുന്നു. ഇനി ഈ വിഷം ഈ വീട്ടിൽ വേണ്ട. എന്താ എന്താ പറഞ്ഞേ? അച്ഛൻ, ഞാനിപ്പോ നിങ്ങൾക്ക് തന്ന എലിവിഷമില്ല, അത് ഇതാണോ? അയ്യോ, അപ്പൊ ഇതിനകത്തുണ്ടായിരുന്നാണോ ഞങ്ങൾ തിന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പേടിക്കണ്ട, നമ്മളത് ചാവത്തൊന്നുമില്ല. അതെ, കഴിഞ്ഞ ആഴ്ച ഇതിനകത്തിരുന്ന സാധനം ഗ്യാസ് മിഠായിന്ന് പറഞ്ഞ് ഞാനെടുത്ത് വിഴുങ്ങിയായിരുന്നു. എന്നിട്ട് നീ വഴക്ക് കുറയുമെന്നും പറഞ്ഞ് ഞാനതിനകത്ത് അരിമാവ് കുഴച്ച് ഉരുട്ടി ഇതിനകത്ത് വെച്ചായിരുന്നു. അരിമാവായിരുന്നോ? എനിക്കൊരു കുഴപ്പമില്ല. എന്തോ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ചുറ്റും അത്തപ്പൂടേണ്ടി വരും. ഞാൻ കൊന്നില്ല. അച്ഛനെക്കടുത്ത് എലി അവിടെ രക്തം ഛർദ്ദിച്ച് ചത്ത് കിടക്കുന്നു. എലി രക്തം ഛർദ്ദിച്ച് ചത്ത് കിടക്കണം? എന്റെ ദൈവമേ, എലിവിഷം മുഴുവൻ കയറ്റി ഇയാള് പുലി പോലെ നിൽക്കുന്നു. ഇയാളെ കടിച്ച എലി ചോര ഛർദ്ദിച്ച് മരിച്ചു. എല്ലാ കാള കൂടെ വിഷമാണോ തന്റെ ശരീരത്തിനകത്ത്? ഇത് ശരീരത്തിന്റെ പവറല്ല, ദിസ് ഈസ് മൈൻഡ് പവർ. ആംബുലൻസ്! ശരി, അപ്പൊ പ്രമാണിയായ ശ്വേതാജി, ഇനി നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ് ഏത് കരയ്ക്കാണ് അവാർഡ് നൽകാൻ പോകുന്നതും. നമ്മളുടെ ആദ്യത്തെ മികച്ച പുഴുങ്ങൽ നമുക്ക് ഒബ്വിയസ് ആയതുകൊണ്ട് തന്നെ ആദ്യം കൊടുത്തു പോകുന്നത്. അതെ.
കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് നമ്മളിതാ ഇല്ല ഇല്ല ഇവിടെ ആരംഭിക്കാൻ പോവുക. ഇല്ല ആരംഭിക്കുന്നില്ലെന്നാ ഇല്ല ഇല്ല എന്ത് ഇല്ല എടാ, എന്താ മാറ്റർ ചോദിക്കുന്നു? ഇല്ല ഇല്ല ഹലോ എന്താണ് അവൾ ആരടുത്താ പറഞ്ഞത് ബോധമില്ല. എന്ത് രാഹുലായിട്ട് എന്തെങ്കിലും പ്രശ്നം ബ്രേക്കപ്പ് ആയ കല്യാണത്തിന് മുമ്പ് റിലാക്സ്, നമുക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് നിർത്തി സംസാരിക്കാം. cut ചെയ്ത് അതെ 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 ചേച്ചിയെ കൊണ്ടല്ലോ പറയാൻ എന്തെങ്കിലും അല്ല കല്യാണമായപ്പോ വീട്ടിലില്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് വയ്ക്കായിരുന്നു. അപ്പൊ ഇല്ല ഇല്ല എന്ന് പറഞ്ഞതാ. വീട്ടിലൊന്നും ഇല്ല. പാവിരിച്ച് കിടക്കും നിങ്ങള്. ഡൗട്ടേ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. Sure ആണ്. ആ ഇല്ല 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 വാങ്ങിക്കൂട്ടുക. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മികച്ച ചളി. മികച്ച ചളി ഭയങ്കര ഈസി അഗൈൻ. ഈ നോമിനേഷൻസ് ഉണ്ടായിരുന്നോ നമുക്ക്? നോമിനേഷൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു. ആ ഈ അവള് പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ഡയന കുട്ടി ഉമ്മ എന്താ. ഓക്കെ, അപ്പൊ എന്തായാലും മികച്ച ചളി അവാർഡ് എന്ന നോമിനേഷൻസ് ഇല്ലാണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഒന്ന് കാണിച്ചു ആ കൊടുക്കാം വിഷ്വൽ കാണിച്ചു തരാം. ആ വിഷ്വൽ. അല്ല ബ്രേക്കപ്പ് ആയാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ഫസ്റ്റ് ലവ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതെ. കണ്ണ് നിറഞ്ഞു ഡയാനയുടെ ഫസ്റ്റ് ലവ് പഠിച്ചിട്ടുണ്ടാ 3ാം ക്ലാസ്സിൽ. ഫസ്റ്റ് ലവ് എന്റെ ഉമ്മയാണ്. കൊടുത്തോ കൊടുത്തോ. വരുന്നു. പേടിക്കട്ടത് അവിടെ അടുത്തതായിട്ട് ഓട്ടോമാറ്റിക്കലി മൂപ്പരുടെ അടുത്ത് ഇരിക്കുന്ന ഒരാള് നോബി ചേട്ടൻ മിസ്റ്റർ കൗണ്ടർ ആണ്. അടുത്ത എപ്പിസോഡ് കുറി കൗണ്ടർ ആയിട്ട് വരട്ടെ. അങ്ങനെ വരണം കേട്ടോ അടുത്ത എപ്പിസോഡ്. അപ്പൊ ഞാൻ താമസ പൊള്ളാച്ചി ഓ ആറ്റിറ്റ്യൂഡ് എന്റെ അമ്മേ. മറ്റേ അവാർഡ് കിട്ടിയ അല്ല നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. അയ്യോ. അതേതാന്നുള്ളത്. ഡയന പറഞ്ഞ ഈ ഒരു ഇതിന്റെ ഡയലോഗിന്റെ ഉമ്മാന്റെ ഒരു കൗണ്ടർ ആണ്. പ്രേക്ഷകർ കാണട്ടെ. ഫസ്റ്റ് ലവ് എന്റെ ഉമ്മയാണ്. ആദ്യത്തെ ലവ്വില് തന്നെ ഉമ്മ കൊടുത്ത ഒരു പെണ്ണു. ദൈവമേ, മര്യാദക്കിരുന്ന കഴുത്താണ് മെഡൽ കൊണ്ടെന്ന് അറിയാം. അയ്യോ മികച്ച കൗണ്ടർ. താങ്ക് യു. കൗണ്ടർ രാജാവേ. അന്തരീക്ഷത്തിൽ രണ്ടുമ്മ കിട്ടി. അന്തരീക്ഷത്തിൽ രണ്ടും. ശരി പ്രേക്ഷകരെ, ഇനിയാണ് നമ്മൾ അടുത്ത നിർണായകമായ ആ മുഹൂർത്തങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. രണ്ട് കരകൾ, അതെ, രണ്ട് കരകൾ തമ്മിൽ ഏറ്റുമുട്ടി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിൽ തന്നത്. എങ്കിലും അത് ഒബ്വിയസ്ലി നമ്മളുടെ പോകുന്നത് ഞാൻ പോയത് അവർക്ക്. ഇതെന്താണെന്ന് അറിയോ? തെറ്റാടി. തെറ്റാലി. അവര് പറയുന്ന ഓരോരോ കാര്യത്തിന് അത് നിങ്ങൾ എങ്ങനെ അടിച്ചു മാറ്റി വീഴ്ത്തി നിങ്ങളുടേതായ കൗണ്ടറും ചളിയും പുഴുങ്ങലും പിന്നെ ലൈനേഴ്സും പിന്നെ അങ്ങനെ നമുക്ക് പിന്നെ ഇങ്ങനെ ജയിക്കണ്ടേ. ഇങ്ങനെ ഓരോരോ സമയത്ത് ഈ കര ജയിച്ചു, ആ കര ജയിച്ചു, ഇക്കര ജയിച്ചു, ഞാൻ ഈ പട്ടാഭിഷേകത്തിലും തിരുവാഭരണം കൊണ്ട് എത്ര നേരം കൊണ്ട് നിൽക്കുന്നു. ചേച്ചി ഇത് പറഞ്ഞു കൊടുക്കും. വിളിക്കുന്ന കാര്യം പറയടാ. ഇവളുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കും. അവരെ കൗണ്ടർ അടിക്കുമ്പം നാളെ ഇവള് ചരലും എടുത്തോണ്ട് വെച്ചിരുന്നത്. അല്ലല്ലോ ഞാൻ പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് വരട്ടെ. മികച്ച ചളി അവാർഡ് ഡയാന കൊണ്ടുപോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. അടുത്ത പ്രാവശ്യം പിടിക്കാം. നമുക്ക് ഒന്നും വിട്ടുകൊടുക്കരുത്, എല്ലാം പിടിച്ചടക്കണം. അവസാനം പരിപാടി നമ്മുടെ കയ്യിലിരിക്കണം. അത് ആ ശ്രീവിദ്യ അതൊന്ന് ഡയറക്ടറുടെ നെഞ്ചത്തേക്ക് കൊടുക്കട്ടെ. കൗണ്ടർ ഇവിടുന്ന് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിരുന്ന അമ്പും മില്ലും അല്ല, ഇത് ഇങ്ങനെ പിടിക്കണം. നെഞ്ചിൽ തന്നെ കറക്റ്റ് ആ മെഡലിലെ കൊള്ളാവോ, അപ്പുറത്തുണ്ടാവും ഉളുക്കിടക്കും. കൊണ്ടതിരിക്കും വീണത് തയ്യാന്. അത്ര ആത്മാർത്ഥ ടീമിന് വേണ്ടി. കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ബൈ പറയാണ്. അടുത്ത ദിവസം കാണാം. ബിഫോർ ദാറ്റ്, why so serious? കോമഡി മാസ്റ്റേഴ്സിൽ ഇനി മുതൽ ഫുൾ ഓൺ ഫൺ.